അഡ്വക്കേറ്റ് ടി വി മിനി, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? സ്ത്രീപക്ഷത്തു നിന്നൊരു നിലപാടെടുക്കൂ, അത് അറിയിക്കൂ എന്നുവരെ സർക്കാരിനോട് പറയുന്ന ഹൈക്കോടതി ബെഞ്ചിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? അതായത് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങൾക്കും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കോടതി ഒരു നിയമത്തിനെ ഏറ്റവും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്നല്ലേ നമുക്ക് മനസ്സിലാവും. കാരണം സർക്കാർ SIT വെച്ചപ്പോഴും ഹേമ കമ്മിറ്റിക്ക് പുറത്തുള്ള പരാതികൾ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി കഴിഞ്ഞിട്ട് ആളുകൾ വന്ന് പരാതി നൽകിയാൽ മാത്രമേ കേസെടുക്കൂ എന്ന നിലപാടായിരുന്നു സർക്കാരിന്റെ. നമുക്കിത് പർട്ടിക്കുലർ സർക്കാർ എന്ന നിലയിലല്ല, ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഭരണഘടനാപരമായി സർക്കാരിനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഒരു കമ്മിറ്റിയെ നിയമിച്ച കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അതിൽ ക്രൈം നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ അത് ഇൻഫോർമേഷനായിട്ട് മനസ്സിലാക്കി അതിന്മേൽ തുടർ നടപടികൾ എടുക്കുക എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോഴും നമ്മൾ കണ്ടത് അതാണ്. SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ഹേമ കമ്മിറ്റി കൂടി അന്വേഷിക്കേണ്ടി വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. നിയമപരമായി നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ബെഞ്ചുമാണ്. അപ്പൊ അത് കോടതി പറഞ്ഞല്ല, ഈ നമ്മളും പറയുന്നത് അതാണ്, റിപ്പോർട്ട് പുറത്തുവിടുക എന്ന് പറയുന്നതിനേക്കാൾ അല്ല, അത് നമ്മൾ മാധ്യമങ്ങളിൽ അങ്ങനെ ചർച്ച ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നടപടി ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. ആ നടപടിക്കാണ് ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ടി വി മിനി, ശ്രദ്ധിച്ചു കാണുമല്ലോ, സർക്കാർ കോടതിയിൽ വിശദീകരിച്ചത് ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് പോയില്ല, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാനാണ് ഈ ഒരു കമ്മിറ്റിയെ വെച്ച് ഇതൊക്കെ പഠിച്ചത് എന്നുള്ള സർക്കാരിന്റെ വാദം വിലപ്പോയില്ല കോടതിയിൽ എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് മാത്രമല്ല, അതിലെ ഇന്റർപ്രിട്ടേഷനിലാണ് കുഴപ്പം. ഹേമ കമ്മിറ്റി നമുക്ക് തന്ന പേജുകളിലൊന്നും തന്നെ ഇത് സ്വകാര്യത സംരക്ഷിക്കണം എന്നതിലപ്പുറം ഇത് നടപടി എടുക്കാൻ പാടില്ല എന്ന് ഹേമ കമ്മിറ്റിയിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ 1.5 കോടി രൂപ ചെലവഴിച്ച് ഈ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് വെറുതെ നമുക്ക് പുഴുങ്ങാൻ വയ്ക്കാനല്ലല്ലോ ഇത് ഉണ്ടാക്കിയത്. അതിന് നടപടി ഉണ്ടാകണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടോടുകൂടിയല്ലേ ഹേമ കമ്മിറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാൻ ഹേമ കമ്മിറ്റി അവകാശവുമില്ല. സർക്കാരിന്റെ തന്നെ ഭാഗത്തു നിന്നും ഇതിനോട് കാണിച്ച അലംഭാവമുണ്ട്, അതിപ്പോഴും തുടരുകയാണ്. പിന്നെ ഈ മുകേഷിന്റെ ജാമ്യം അനുവദിച്ച വിഷയത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ SIT ഇന്റർഫിയർ ചെയ്യുന്നത് ശരിയല്ല. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നമ്മൾ തീരുമാനിച്ച് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് അതിന്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ അപ്പീൽ പോകണോ പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് SIT ആണ്. ആ SIT ആഭ്യന്തര വകുപ്പിന് അത് അപ്പീൽ പോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് ഒരു അപേക്ഷ കൊടുത്താൽ അത് അനുവദിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല, ഇറസ്പെക്റ്റീവ് ഓഫ് ഗവൺമെന്റ്. ഞാൻ അതാണ് പറയുന്നത്. വളരെ നന്ദി ടി വി മിനി. അസുഖമാണെന്ന് തോന്നുന്നു, ചുമയ്ക്കുന്നുമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. അഭിപ്രായം പങ്കുവച്ചതിന് വളരെയധികം നന്ദി.